ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ പി ജയരാജൻ ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കുകയും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നതും പാർട്ടിക്ക് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ആകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാലാണല്ലോ. അതാണല്ലോ പൊതുസമൂഹത്തിന് കിട്ടുന്ന ധാരണ. പക്ഷേ ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ച കാര്യം പിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത് എന്നാണ്. ഇതിനകത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ ആത്മകഥ ആ വ്യക്തി ഇല്ലാതെ പ്രകാശനം ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ തന്നെ ചെയ്യുന്നെന്നുള്ള വാർത്തകൾ വന്നു. അതിനു മുമ്പ് അത് ചർച്ചയാവുന്നു. നമ്മളാരും ജീവിക്കുന്നത് വെള്ളരിക്ക പട്ടണത്തിലൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് എന്തെല്ലാം സാധനങ്ങളാണ് ഒരു ഫേക്ക് ഐ ഡി, നേരത്തെ ഒരു യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഫേക്ക് വീഡിയോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ, അത് ഹാക്ക് ചെയ്ത് അത് പത്തനംതിട്ട DCCയുടെ വെബ് പേജിൽ വന്നു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എക്കോ കേൾക്കുന്നു. പരിഹരിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡിലൂടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരാൾ വ്യാജ പണം, വ്യാജ ഇടപാടുകൾ, വ്യാജ സ്പിരിറ്റ് ഇതൊക്കെ ഇറക്കി ഇലക്ഷൻ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് പിടിക്കാൻ നിൽക്കുന്ന ഒരാള്. അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട്. പി അത് നിഷേധിച്ചുകൊണ്ട് എന്തിനാണ് പണി പറ്റിച്ചത് അഡ്മിനാണ് എന്നാണ് അഡ്മിൻ എറർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹാക്ക് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. താങ്കൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത ഔദ്യോഗികമായിട്ടൊരു വാർത്തയും രണ്ടാമത്തെ കാര്യം അങ്ങനെയല്ല ഈ ആത്മകഥയുടെ പ്രകാശനം പി ജയരാജൻ ഇല്ലാതെ എന്നൊന്നും ഇല്ല കേട്ടോ. ഈ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് DC ബുക്സ് ഫേസ്ബുക്കിൽ ഒരു പരസ്യം നൽകുകയുണ്ട്. അത് മിക്കവാറും അത് പ്രമുഖരായ ആളുകളുടെ ബുക്കുകളാണെങ്കിൽ അങ്ങനെ പരസ്യം വരാറുള്ളതാണ്. അതൊരു പ്രസാധകരുടെ ഒരു തന്ത്രമാണല്ലോ, ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ. പക്ഷേ ആ സമയത്ത് നിഷേധിച്ചു പോലുമില്ല പി ജയരാജൻ. ആ കവർ സഹിതമാണ് അങ്ങനെ വന്നത് ഇന്നലെ. അല്ലാതെ ഇത് പ്രകാശനം ഇന്ന ഡേറ്റിൽ അതിൽ പി ജയരാജൻ ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് പറയണ്ട. അങ്ങനെയല്ല, ആ രീതിയിലാണല്ലോ ചർച്ച വന്നത്. ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പിലെ തന്നെ പുസ്തകത്തിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക, അത് ഇലക്ഷൻ്റെ അന്ന് തന്നെ സംഘടിപ്പിക്കുക, അതിനകത്ത് ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചർച്ച കൊണ്ടുപോവുക. ഇന്നലെ മുരളീധരൻ പറഞ്ഞ ഒരു പരാമർശം ഉണ്ടല്ലോ, സരിന് അനുകൂലമായിട്ട് പറഞ്ഞ പരാമർശത്തിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ചെയ്ത ഒരു മാർഗമാണ്. അല്ലെങ്കിൽ പി ജയരാജൻ എന്തിന് പോലീസ് കേസ് കൊടുക്കണം? എങ്കിൽ ഇത്രയധികം ചർച്ച ചെയ്യുന്ന ആളുകൾ, ആ DC എന്ന് പറഞ്ഞ ആൾ ഷാർജ ബുക്ക് ഫെയറിനുണ്ടല്ലോ, DC രവി ഷാർജ ബുക്ക് ഫെയറിലുണ്ട്. ഒന്ന് വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചൂടെ? എന്നിട്ട് ഈ ചർച്ച സംഘടിപ്പിച്ചൂടെ? DC ഫോൺ എടുക്കാത്ത ആളൊന്നുമല്ലല്ലോ. DC രവി എനിക്ക് വിളിച്ചാലും കിട്ടുന്ന ഒരാൾ തന്നെയാണ്. DC രവി വിളിച്ച് ചോദിക്കൂ, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പി ജയരാജനെ നിഷേധിച്ചിരിക്കുകയാണല്ലോ, പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണല്ലോ. എന്തുകൊണ്ട് ആ ഒരു മാർഗത്തിൽ ഇതിങ്ങനെ ഇതാക്കി നിർത്തുന്നു, ചൂടാക്കി നിർത്തേണ്ടുന്ന കാര്യം എന്താണ്? ഞാനും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. രവി DC ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ന്യായീകരണം നൽകണം. അതല്ലാതെ DC ബുക്സ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് അത് വായിച്ചാൽ പോലും അതിനകത്ത് എന്താണ് ആ സാങ്കേതിക തടസ്സം എന്നുള്ള കാര്യം അത് വ്യക്തത വന്നിട്ടില്ല അക്കാര്യത്തിൽ. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് രവി DC തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാതെ പറ്റില്ലല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇന്ന് പോലീസ് അന്വേഷണത്തിന് സ്വന്തമായി ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ന് സ്വന്തമായി ഒപ്പിട്ടിട്ട് തന്നെയാണല്ലോ പി ജയരാജൻ പോലീസ് അന്വേഷണ കേസ് കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പം ജാവദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാത്ത ഒരാള്, ജാവദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞ് തുറന്ന് സമ്മതിച്ച ഒരാള്, അത് ഇലക്ഷൻ്റെ അന്ന്. പക്ഷേ ഇത് അദ്ദേഹത്തിന് വീണ്ടും ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കുപോലെ സംശയത്തിന്റെ മുൾമുനെ നിർത്താൻ വേണ്ടിയിട്ട്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും മറ്റ് മാർക്സിസ്റ്റ് വിരുദ്ധരും ചേർത്തുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിച്ച് അതിന് പ്രചരണം നടത്താനോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാനോ
അല്ലെങ്കിൽ വ്യാജ ചാരായം ഒഴുക്കി അധികാരം പിടിക്കാനോ അല്ലെങ്കിൽ കള്ളപ്പണം ഒഴുക്കി പെട്ടി മാറ്റാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിന്റെ അപ്പുറവും പോവും. ഫേക്ക് ചെയ്യും, അവർ ഹാക്ക് ചെയ്യും, ഹാൻഡിലുകൾ ഹാക്ക് ചെയ്യും, ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചു വിടും. പക്ഷേ ഈ 178 പേജ് അത് ഇ പി ജയരാജന്റെ അറിയാ കഥകൾ പോലും, അദ്ദേഹത്തിന്റെ ബാല്യം, കൗമാരം, അദ്ദേഹം വളർന്നു വന്ന വഴികൾ, അടിയന്തരാവസ്ഥ കാലം, പാർട്ടിയിലെ വളർച്ച, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾ, ഇതെല്ലാം ഇ പി ജയരാജൻ സ്വയം എഴുതിയതോ അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്ത് എഴുതിയതോ ആണ് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഒന്നുകിൽ ഇ പി ജയരാജൻ നേരിട്ട് എഴുതിയത്, പക്ഷെ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്, അദ്ദേഹം പാർട്ടി പത്രത്തിൽ എഴുതുന്ന ആളാണ്, അതിലും ഒരു സംശയമുള്ള കാര്യമല്ല. പക്ഷെ ഇങ്ങനെ ചില വർണ്ണനകളൊക്കെ വേണ്ടി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാകാം, അങ്ങനെയും വരുമല്ലോ ആത്മകഥ എഴുതുമ്പോൾ. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആകാം. കാരണം അത്രമാത്രം കാര്യങ്ങൾ, വള്ളി പുള്ളി വിടാതെ കാര്യങ്ങളുണ്ട്. സ്ഥലം കൃത്യമായിട്ട്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട്, ഇതെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഈ വിവാദമായ 2 ചാപ്റ്ററുകൾ, 2ഓ 3ഓ ചാപ്റ്ററുകൾ, ഇത് വന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഈ പ്രശ്നമുണ്ടാക്കുന്ന ചാപ്റ്ററുകളാണെങ്കിൽ പോലും അതിൽ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യവും എടുത്തിട്ടുണ്ട്. ഇതാരെയും വ്യക്തിപരമായി ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്നുള്ള കാര്യം. വിമർശനങ്ങൾ ഉണ്ടാവാം, പക്ഷേ അത് വ്യക്തിപരമായിരിക്കുകയില്ല എന്ന് അതുപോലും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ശ്രീ പണിക്കർ,